ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മളെന്തായാലും പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീട് വെക്കുന്ന സമയത്താണെങ്കിലും വാട്ടർ ടാങ്ക് വെക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. കാരണം ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല വീടിന്. അപ്പോൾ ഓൾറെഡി നമുക്കൊരു സ്റ്റാൻഡ് 5 അടിയുടെ സ്റ്റാൻഡോ അല്ലെങ്കിൽ 6 അടിയുടെ സ്റ്റാൻഡ്, മെറ്റലിൻ്റെ സ്റ്റാൻഡ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്താണ് വാട്ടർ ടാങ്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് ബീമിൽ തന്നെ ഒരു സ്റ്റാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീം, അതായത് വാട്ടർ ടാങ്ക് കൊണ്ടുവരിക്കുന്ന ബീം 4 ബീമുകൾ നേരെ മുകളിലേക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ നമ്മൾ വാട്ടർ ടാങ്ക് വയ്ക്കും. അതിന് ശേഷം അതിൻ്റെ താഴെ വരുന്ന ആ ബീമുകൾ കണ്ടോ, ഈ 2 ബീമുകളുടെ സെൻറ്ററിൽ സാധാരണ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ലെവൽ, ഇവിടെയാണ് നമ്മൾ വാട്ടർ ടാങ്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 1000-ൻ്റെ 2 വാട്ടർ ടാങ്ക് കൊടുക്കാം. അത് എൻ്റെ ഫുൾ ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ വീടിൻ്റെ ബീം താഴെ നിന്നുള്ള പില്ലർ കൊടുത്തതിന് ശേഷം താഴെ പില്ലർ കൊടുത്തിട്ടാണ് വരുന്നത്. എന്തായാലും ഓൾറെഡി വീടിന് പില്ലർ ഉണ്ടാവും, അതിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ വാർക്കേനേക്കാൾ ഒരു 4 ഇഞ്ച് താത്തിയാണ് ഇട്ടിരിക്കുന്നത്. താഴ്ത്തിയിട്ടതിന് ശേഷം അതിൻ്റെ നിന്ന് പില്ലറുകളുടെ സൈഡുകളെല്ലാം തന്നെ കോൺക്രീറ്റിലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ വാട്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഈ സൈഡിലൂടെയാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന 1 ഇഞ്ച് ഇതിലേക്ക്, അതായത് മോട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തേക്ക് വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ കോർണറിൽ കാണുന്ന 1.5 ഇഞ്ച് പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ കല്ലിൻ്റെ അടുത്തിരിക്കുന്ന പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കോർണറിൽ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനും ക്ലീൻ ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മളവിടെ കുറച്ച് നീട്ടിയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ വാട്ടർ പ്രൂഫ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ടൈല് കാര്യങ്ങൾ കൊട്ടിക്കാനുണ്ട്. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ സൈഡുകളെല്ലാം തന്നെ ഈ ഭിത്തികളെല്ലാം തന്നെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കല്ലിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനവുണ്ടാവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് കോൺക്രീറ്റ് ഫുള്ള്, അതായത് ആ ഏരിയ ഒരു 4 ഇഞ്ച് ലെവലിൽ കോൺക്രീറ്റ് ഫുള്ളാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ വീതി നീളം വരുന്നത് ഏകദേശം ഒരു 3 മീറ്റർ ഉള്ളളവ് വീതി നീളം വരുന്നുണ്ട്. ഒരു 1.25 മീറ്റർ ഉള്ളളവും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലംബിംഗ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നിങ്ങൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ 1 ഇഞ്ചും 1.5 ഇഞ്ചും ആയ പൈപ്പാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത്. 1.5 ഇഞ്ച് പൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം ക്ലീൻ ചെയ്യുന്നതിന്, ഫിൽറ്റർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിന് വേണ്ടിയിട്ട്, കൊള്ളില്ലാത്ത വെള്ളം കളയുന്നതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോട്ടർ അടിച്ചിട്ട് വേണം നമ്മൾ സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോട്ടർ വേണ്ടിയിട്ട് സെപ്പറേറ്റ് താഴേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ലൈനുമാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് വലിയ ഒരു രീതിയിൽ തന്നെ വളരെയധികം ചിലവില്ലാത്ത രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇതുപോലെ വീടിൻ്റെ മുകളിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ഐഡിയ പരമായിട്ട് ചെയ്താൽ നമുക്ക് ടാങ്ക് വയ്ക്കുന്ന സ്റ്റാൻഡ് ഉൾപ്പെടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.